ഹലോ ഗേസ്, അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റാംബോ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 8 ആണ്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് മിസ്റ്റേക്കുകൾക്ക് വരുത്തിയായിരുന്നു. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡ് 7 എപ്പിസോഡ് 3 എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ അവർ പന്ത് അന്വേഷിച്ച് പോകാനല്ല പറഞ്ഞത്, ഒരു വീശറി അന്വേഷിച്ച് പോകാനായിരുന്നു പറഞ്ഞത്. അതെൻ്റെ മിസ്റ്റേക്കാണ്. അത് ഞാൻ ആദ്യം തന്നെ ഞാൻ ഒന്ന് ക്ഷമ വയ്ക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുവരെയായിട്ട് എന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് 4K വ്യൂസൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അതിനൊത്ത സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല. അപ്പം നിങ്ങൾക്കറിയാവുന്നവരെ കൊണ്ടും നിങ്ങളുടെ ആനിമി കൂട്ടുകാരെ കൊണ്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഇനി നിങ്ങൾ എനിക്ക് വീഡിയോയ്ക്ക് കുറേയധികം ലൈക്കുകളും കൂടെ തരിക. അപ്പം എനിക്ക് ഇത്രയും മാത്രമാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, ഞാൻ നറൂട്ടോ ക്ലാസിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നറൂട്ടോ ക്ലാസിക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ തീം എന്ന് പറഞ്ഞാൽ, ഈ യൂട്യൂബ് ചാനലിൻ്റെ തീം എന്ന് പറഞ്ഞാൽ, എനിക്ക് ലെജൻഡറി ആനിമീസ് 3 എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയണമെന്നാണ്. അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ടും കൂടെ എനിക്ക് കിട്ടിയേ മതിയാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമി കൂട്ടുകാർക്കും കൂടെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക, അവരെ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യിപ്പിക്കുക. അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് ലാഗാക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് ഇനി അങ്ങ് പോവാം. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഗോകുവും ചീച്ചിയും കൂടെ മാസ്റ്റർ റോഷി അന്വേഷിച്ച് നടക്കുവാണ്. ഒടുക്കം മാസ്റ്റർ റോഷി കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മാസ്റ്റർ റോഷി അവിടെ നിന്ന് കൈക്ക് കാണിക്കുന്നുണ്ട്. കണ്ടതി അവർക്ക് സന്തോഷമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഗോകുവിനെ കണ്ടിട്ട് പറയാൻ, നിന്നെ കണ്ടിട്ട് കുറച്ച് ആളായല്ലോ, നീ ഇപ്പം എന്നെ തേടിയൊന്നുമില്ലോ തന്നീന്നൊക്കെ പറയുന്നു. പിന്നെ എനിക്കിത് നീ വളർത്തുന്ന കണ്ടിട്ട് ഈ ക്ലൗഡ് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട്. എന്നെക്കാൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നീ ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ ക്ലൗഡിനകത്ത് നിന്ന് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയാണ്, നീ ഇന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പം ഇതിനെക്കാട്ട് കുറച്ചും പൊക്കവും ക്യൂട്ടൊക്കെ ആയിരുന്നല്ലോ നിന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പം. ഇപ്പം കുറച്ച് ബ്യൂട്ടിഫുള്ളും അല്ല, ഇപ്പം കുറച്ച് പൊക്കവും കുറഞ്ഞു പോയല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ചീച്ചിയെ നോക്കി മാസ്റ്റർ റോഷി പറയാണ്. അപ്പം ഗൂഗിൾ തന്നെ, ഇത് ബുൽമയല്ല മാസ്റ്റർ റോഷി, ഇത് നമ്മൾ ചീച്ചി എന്ന് പറയുന്നതാണ്, ഓക്സ് കിങ്ങിൻ്റെ മകളോ? അതെ, ഞാൻ ഓക്സ് കിങ്ങിൻ്റെ മകളാണ്. ഞങ്ങൾക്ക് ഒരു സാധനം വേണം, ഞങ്ങളൊരു പ്രത്യേക മിഷന് വേണ്ടി അങ്ങോട്ട് അയച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങോട്ട് മാറി നിന്നതിന് ശേഷം മാസ്റ്റർ റോഷി എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാസ്റ്റർ റോഷിയുടെ നേർക്ക് ആ ചീച്ചയാണെങ്കിൽ തലയിലുള്ള ആ ഒരു വാളെടുത്തറിയാണ്. നിങ്ങളെൻ്റെ എൻ്റെ അച്ഛൻ്റെ മാസ്റ്ററാണെന്നൊന്നും തോന്നില്ല, ഇതിന്നൊന്ന് ദേഷ്യമിട്ട് കാണിക്കുന്നതെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ അത് മാസ്റ്റർ റോഷി പിടിക്കുന്നില്ല, അത് തലയിൽ കൊള്ളുന്നു. അതിനുശേഷം പറയാണ്, നിങ്ങളെൻ്റെ അച്ഛൻ്റെ മാസ്റ്ററൊന്നും അല്ലെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മാസ്റ്റർ റോഷി തന്നെ മാസ്റ്റർ കാർഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ചോദിക്കുന്നത്, നിങ്ങളെൻ്റെ അച്ഛൻ്റെ മാസ്റ്ററാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തടയാൻ പറ്റേണ്ടുള്ളതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അയ്യോ, ഈ ഒരു അറ്റാക്ക് നിൻ്റെ അച്ഛനാണെന്ന് നിനക്ക് പറഞ്ഞു തന്നത്. അപ്പം ഓസ്ക് നിനക്ക് പറഞ്ഞു തന്നില്ലേ ഇത് തടയാൻ വേണ്ടി വേറെ ആർക്കും പറ്റത്തില്ലെന്ന്. അയ്യോ, സോറി എന്ന് പറയുന്നുണ്ട്. അത് തലയിൽ നിന്ന് വലിച്ചൊക്കെ ഊരി എടുക്കുന്നുണ്ട്. എന്നിട്ട് ടീച്ചർ സോറിയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ആ വീശറിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ വീശറി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെന്തായാലും ആ വീശറി അന്വേഷിച്ചല്ലേ പിന്നെ അതെനിക്ക് തേണം. കുറച്ച് ഗോകുവിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഗോകു ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറയുന്നുണ്ട്. ആ ഒരു മൗണ്ടൻ മുള്ളും തീയാണ്, ആ തീ മുഴുവനും മാറ്റാൻ ആ ഒരു വീശറി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം പറയാണ്, എനിക്ക് ആ വീശറി അങ്ങ് തരൂ എന്ന് പറയാം. പക്ഷേ എനിക്ക് ഗോകുവിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് ഗോകുവിനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ആ വീശറി നിങ്ങൾക്ക് തരണമെങ്കിൽ ആ ബുൽമ എൻ്റെ കൂടെ ഒരു ദിവസം ഡേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി എനിക്ക് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ സമ്മതിച്ചോളാന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗൂഗു. അതിനുശേഷം പറയാണ്, ഞാൻ അത് എടുത്തുകൊണ്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞതിന് ശേഷം റോഷി അങ്ങോട്ട് പോവുകയാണ്. റോഷി റൂം മുഴുവൻ അന്വേഷിച്ച് തപ്പി നടക്കുവാണ്. എന്നിട്ട് വിശറി എവിടെ കളഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. എനിക്കത് ഇവിടെ നിന്ന് കിട്ടുന്നില്ല, ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് തോന്നുന്നു ആ വിശറി ഇല്ലെങ്കിൽ എന്ത്, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാം, ആ തീ അണയ്ക്കാൻ എന്നെ കൊണ്ടും പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ചീച്ചി പറയാൻ, നിങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റാനാ, എന്നെ കൊണ്ടൊക്കെ പറ്റും. ഞാൻ ആദ്യം ഗോകു പറഞ്ഞ് അത് നീ കൺവിൻസ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗോകു പറയുന്നുണ്ട്, ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറയുന്നുണ്ട്. അപ്പം തന്നെ അവിടോട്ട് പറക്കുന്നൊരു ആമയുടെ തോട് വരുന്നുണ്ട്. അതിനുശേഷം അവർ നിന്ന് പോവുകയാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ റോഷി ആ ആമയുടെ പുറത്തു നിന്നും പോവുകയാണ്, ആമത്തോടിൻ്റെ പുറത്തു നിന്ന് പോവുക. അങ്ങനെ അവിടോട്ട് ഓക്സ് കിങ്ങിൻ്റെ അടുത്തോട്ട് വരുവാണ് 3 പേരും. അപ്പം തന്നെ ഗോകു ചീച്ചയാണ് ആദ്യത്തെ. ഗോകു പറയുന്നുണ്ട്, മാസ്റ്റർ റോഷി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വരത്തില്ലെന്ന് ഓക്സ് അങ്ങോട്ട് പറഞ്ഞതും അങ്ങോട്ട് മാസ്റ്റർ റോഷി ചാടി വരികയാണ്. ഓക്സ് കിങ് ആണെങ്കിൽ അവിടെ ചെന്ന് കുമ്പിട്ടിരിക്കുന്ന ഇതിൻ്റെ ശക്തിയിൽ മാസ്റ്റർ റോഷി അങ്ങ് തെറിച്ചു പോയി വീഴുന്നുണ്ട്. ആഗ്രഹത്തിൽ ഞാൻ മണ്ടയിരുന്ന് ബാലൻസ് തെറ്റിയ തറയിലോട്ട് വീണത്. അപ്പം എന്നെ ഇവിടെ നിന്ന് അടിച്ചെറിയുന്ന നീ
ഓക്സ് കിങ്, നിന്റെ പ്രവൃത്തി ഇപ്പം വല്ലാത്ത ബാഡാന്നൊക്കെ ഞാൻ കേട്ടല്ലോ. നിന്റെ ഈ സ്വഭാവമൊക്കെ നീ മാറ്റണം, നിന്റെ ഈ പേഴ്സണാലിറ്റി ഒക്കെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്സ് കിങ് പറയുന്നുണ്ട്, ഞാൻ മാറ്റാം, ഞാൻ ഇനി പഴയ പേഴ്സണാലിറ്റിയിലോട്ട് പോകത്തില്ല. ഇതൊക്കെ കണ്ട് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ചീച്ചിയും ഉൽമയും ഊലോമും ഗൂഗുക്ക. അങ്ങനെ പറയാണ്, നിന്റെ അടുത്ത് ഞാൻ ഒരു വിഷമമായ ഘട്ടമായ ഒരു കാര്യം പറയാം. ഈ തൈ അണിക്കാനുള്ള വിഷറി എന്ത് ഇല്ലെന്ന് മാസ്റ്റർ റോഷി കൊണ്ട് പറയാണ്. അതിനുശേഷം പറയാണ്, അപ്പം ഓക്സ് പറയാണ്, നിങ്ങളത് കണ്ട് കളഞ്ഞോന്ന് ചോദിക്കും. അതില്ല, ഞാൻ അതെന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് പക്ഷേ എനിക്ക് ആ ഒരു കാര്യം നമ്മുടെ ഗോഗു കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗോഗു പറയുന്നത് ഉൽമയെടുത്ത് പറയുന്നുണ്ട് മാസ്റ്റർ റോഷിയായിട്ട് ഡേറ്റിങ്ങിന് വേണമെന്ന്. അപ്പം തന്നെ ഉൽമ അത് കേട്ടതും, ഞാനോ നിങ്ങളുടെയോ വരില്ല, അത് അസംഭവ്യമാണ്, ഞാൻ വരുത്തത് പോലും ഇല്ലെന്ന് പറയുന്നുണ്ട്. ശേഷം പറയാണ്ട്, എനിക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഈ തീ കടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവരുടെ പുറത്തുള്ള ആ ഒരു ആമയുടെ തോടും കമ്പും വടിയും ഉടുപ്പുകളും എല്ലാം ഊരി കളഞ്ഞതിന് ശേഷം അങ്ങോട്ടൊരു മതിലിൻ്റെ മണ്ടയിലോട്ട് ചാടി കയറാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെയൊക്കെയാണ് അയാളുടെ ബോഡി കണ്ടിട്ട് ചുക്കിച്ചുകൊണ്ട് കളവന്മാരുടെ കണക്കിക്കുകയാണ്. അതിനുശേഷം ആ ഒരു മതിലിൽ കയറാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ കയറാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഗൂഗു ഒന്ന് സഹായിക്കുന്നുണ്ട് ആ മതിലിൽ കയറാൻ വേണ്ടി. അങ്ങനെ മതിലിൽ കയറിയതിന് ശേഷം ഇനി ഇദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുക. ഹാംസം വില്ലനും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാസ്റ്റർ റോഷി പ്രത്യേക മ്യൂസിക് ഇട്ട് തൻ്റെ ശരീരത്തെ എന്തൊക്കെ പറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഓക്സ് കിങ് പറയുന്നുണ്ട്, എൻ്റെ മാസ്റ്ററിൻ്റെ ഫുൾ പവർ നിങ്ങളെല്ലാം ഇപ്പോൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അവിടുന്ന് വീരാൻ പോകുന്നുണ്ട്. ഇയാളെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ മാസ്റ്റർ റോഷിയുടെ ബോഡി ഇല്ല ഹൾക്കൊക്കെ വലുതാവത്തില്ല, അതേപോലെ ഒരു വലിയൊരു ബോഡി ആപ്സും ബൈസ്റ്റെപ്പൊക്കെ വന്നിരിക്കുകയാണ്. അത് കണ്ടത് നമ്മുടെ ഹാംസം വില്ലൻ തന്നെ ഒന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോൾ, ഈ കളവൻ്റെ ഉള്ളിൽ ഇത്രയും പവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, എനിക്കിത് എന്നിട്ട് മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയാണ്, അതെ, അയാളുടെ ബോഡി അങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം തന്നെ ഹാംസം വില്ലൻ പറയുന്നുണ്ട്, അയാളുടെ ചുറ്റുമുള്ള ശക്തി അയാളുടെ ബോഡിയിലോട്ട് എടുത്തതിന് ശേഷം ഈ തീ അണയ്ക്കാൻ നോക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ മാസ്റ്റർ റോഷി അവിടെ നിന്ന് കുറേ അധികം മൂവ്സൊക്കെ ചെയ്തതിന് ശേഷം തൻ്റെ കൈ മുമ്പിലോട്ട് വെക്കുന്നുണ്ട്. അപ്പം തന്നെ അവിടെ ഒരു വലിയൊരു ബോൾ അങ്ങോട്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്, എനർജി ബോൾ. അതിൻ്റെ ആ ഒരു പവർ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാവരെയും പുറകിലോട്ട് അടിക്കുന്നുണ്ട്. ആ ഒരു പവർ അവിടെ പ്രയോഗിക്കുകയാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഓക്സ് കിങ് നോക്കുകയാണെങ്കിൽ പറയണേ, നിങ്ങൾ ആ തീ അണച്ചു, പക്ഷേ എൻ്റെ ആ ഒരു ടെമ്പിൾ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയുന്നുണ്ട്. അയ്യോ, ഇത്ര വലിയ പവർ ഒന്ന് ഗോഗു ചോദിക്കുന്നുണ്ട്. ഞാൻ അത് ചെയ്തു, സോറി ഓക്സ് കിങ്, അറിയാതെ പറ്റിപ്പോയതാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഓക്സ് കിങ് പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ തീ അണയ്ക്കാനായിരുന്നു, പക്ഷേ ടെമ്പിൾ നശിപ്പിച്ചു പോയാൽ എന്താ, എനിക്കിത് കണക്കത്തെ കുറേ ടെമ്പിൾസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബുൽമയാണെങ്കിൽ റഡാർ വെച്ചതിന് ശേഷം ഡ്രാഗൺ ബോൾ എവിടെയാണ് ഉള്ളതെന്ന് ആ ടെമ്പിളിൻ്റെ അകത്ത് നോക്കുകയാണ്, ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ടെമ്പിളിൻ്റെ അകത്ത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. തന്നെ പറയുന്നുണ്ട്, സോറി, ഇങ്ങനെയുടെയൊക്കെ ഈ പവർ ഇത്രയും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നു ചീച്ചിയും നമ്മുടെ ഗോഗു ഒക്കെ പറയാണ്. അതിനുശേഷം നമ്മുടെ ഹാംസം വില്ലനാന്ന് നോക്കിയിട്ട് പറയാണ്, ഇയാൾക്ക് ഇത്രയും പവേഴ്സ് ഉണ്ടായിരുന്നോ, ഇയാൾ എന്ത് പവർഫുള്ളാണ്. എന്നിട്ട് ഗോഗു പറയുന്നത്, ഇതേണക്കത്തൊരു ഇത് എനിക്കും പഠിപ്പിച്ചു തരാമെന്ന് ചോദിക്കും, ഇതേണക്കത്തൊരു മൂവ്. അപ്പം മാസ്റ്റർ റോഷി പറയുന്നുണ്ട്, ഇത് ഞാൻ പഠിച്ചത് 50 വർഷം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഗോഗു അവിടെ നിന്നതിന് ശേഷം വെറുതെ ചുമ്മാതെ മാസ്റ്റർ റോഷി ചെയ്ത ആ മൂവ്സൊക്കെ ഒന്ന് കോപ്പി അടിച്ചൊന്ന് ചെയ്തിട്ടേ ഉള്ളൂ. ആ ഒരു എനർജിയിൽ അവിടെ നിന്ന് ആ കാറിനകത്തോട്ട് പ്രയോഗിച്ചതും കാറങ്ങ് പൊട്ടിപ്പൊളിഞ്ഞങ്ങ് പോവാണ് ഗോഗുൻ്റെ എനർജി. പക്ഷെ കാറ് പൊട്ടിപ്പൊളിച്ചതില്ല നമ്മുടെ ഗോഗുൻ്റെ വിഷമം, എനിക്ക് ആ മാസ്റ്റർ റോഷിയുടെ അത്രയും പവർ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം. അപ്പം തന്നെ റോഷി ചെയ്യുന്നുണ്ട്, ഞാൻ 50 വർഷം കൊണ്ട് പഠിച്ചത് ഇപ്പം ഒരു 5 മിനിറ്റും കൊണ്ട് ചെയ്തല്ലോ, നിൻ്റെ പവർ അടിപൊളിയാണ് മോനെ, നിനക്ക് ഇത്രയും പവറുണ്ട്, നിന്നെ ഞാൻ ശിഷ്യനായിട്ട് സ്വീകരിക്കുക, നിനക്ക് ഇതേക്കത്തുള്ള മൂവ്സ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അതെങ്കിലും നിങ്ങൾ ആരാ, നിങ്ങളെ ഗോഹാനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ആ റാബിറ്റ് പറയുന്നുണ്ട്, അയാൾ നിസ്സാരക്കാരനല്ല, അയാൾക്ക് അത്രയും പവേഴ്സ് ഉണ്ട്. അതെ, ഇയാൾ അധികം ആരെയും ട്രെയിൻ ചെയ്തിട്ടില്ല മാസ്റ്റർ റോഷി, അദ്ദേഹത്തിന് നീ നമുക്ക് ആ ഒരു വാല് പിടിച്ച് വലിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ആ ഡ്രാഗൺ ബോൾസ് എല്ലാം കരസ്ഥമാക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിൽമ എങ്ങനെയൊക്കെ തപ്പി ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ 6 ഡ്രാഗൺ ബോൾ അയക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോഗുവിൻ്റെ ബുൽമ ആ ഒരു വണ്ടി കണ്ടതിന് ശേഷം പറയാണ്, എൻ്റെ വണ്ടി നശിപ്പിച്ചോന്ന് ചോദിച്ച് പറയുകയാണ്. അപ്പം തന്നെ ഓക്സ് കിങ് അവർക്കൊരു ഗിഫ്റ്റായിട്ട് ഒരു വണ്ടി കൊടുക്കുന്നുണ്ട്. ആ ഒരു വണ്ടി ആണെങ്കിൽ സൂപ്പർ ടെക്നോളജിക്ക് അത് പറക്കാനൊക്കെ പറ്റും.
അതിനുശേഷം ഗോകു പറയുന്നുണ്ട് ഞാൻ ഈ മിഷൻ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ പുൽമ എടുത്ത് മാസ്റ്റർ റോഷി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഡേറ്റിങ്ങിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ പുൽമ ഓ ഞാനത് വളർന്നുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ മാസ്റ്റർ റോഷി ചോദിക്കുന്നത് നിൻ്റെ വാക്കാ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അവിടുന്ന് ഊലാമിനെ എടുത്തുകൊണ്ട് പുൽമ ഓടിപ്പോയതിന് ശേഷം പറയാണ് നീ ഇനി എൻ്റെ രൂപത്തിൽ ഒരു ദിവസം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് മാസ്റ്റർ റോഷി എടുത്ത്. അതിനുശേഷം പറയാണ് ഇല്ല ഞാൻ അവൻ്റെ കൂടെ നിൻ്റെ രൂപത്തിൽ സ്പെൻഡൊന്നും ചെയ്യത്തില്ലെന്ന് പറയുന്നത്. നീ അഥവാ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പന്നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ്. അപ്പോൾ ഊലാമാണെങ്കിൽ നിവർത്തി ഇട്ടതിന് ശേഷം ഉൽമയെ പോലെ അങ്ങ് മാറുകയാണ്. അതിനുശേഷം റോഷി വന്നതിന് ശേഷം പുൽമയോടൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ പുൽമയോടൊക്കെ ചോദിച്ചതിന് ശേഷം അവളാണെങ്കിൽ കുറേ അധികം മ്യൂസിക്കൊക്കെ കാണിച്ച് നമ്മുടെ മാസ്റ്റർ റോഷിയുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. അതിനുശേഷം ചീച്ചിപ്പെണ്ണിനും ഗോകുവിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ചീച്ചിപ്പെണ്ണിന് ഇടയ്ക്ക് വെച്ച് ഗോകുവിൻ്റെ കൂടെ കുറച്ച് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അതിനുശേഷം പറയാണ് നീ ഇനി തിരിച്ചു വരൂ ഗോകു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്. ഞാൻ തിരിച്ചു വരാൻ ശ്രമിക്കാം, ഇനി നമുക്ക് എവിടെ വെച്ചാണെങ്കിലും കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ക്യൂട്ട് പയ്യനും അവരെ ഫോളോ ചെയ്ത് അടുത്ത ഡ്രാഗൺ തപ്പി പോകുന്നതോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, പിന്നെ കമൻ്റ് അടിക്കാൻ മറക്കരുത്.